ഇന്ന് സേന നടത്തിയ വാർത്താ സമ്മേളനം എന്തൊക്കെ കാര്യങ്ങൾ വിശദീകരിക്കുന്നു, എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ? അച്യുതൻ. ഉന്മേഷ്, ഇന്ന് 3 സേനകളുടെയും DGMOമാർ നടത്തിയ വാർത്താ സമ്മേളനം അതിൽ വിശദീകരിച്ചിരിക്കുന്നത് ഈ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായ ആക്രമണങ്ങൾ, അതിൽ പാക് ഉപയോഗിച്ചിരിക്കുന്ന ആയുധങ്ങളുടെ ഒരു വിവരണം അത് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. അതിൽ ഈ ചൈനീസ് നിർമ്മിതമായിട്ടുള്ള മിസൈലുകളും അതുപോലെ തുർക്കിയുടെ ഡ്രോണുകളും ആക്രമണത്തിനായി ഉപയോഗിച്ചു എന്നത് ദൃശ്യങ്ങൾ സഹിതം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഒപ്പം തന്നെ പാകിസ്ഥാൻ്റെ അത്തരം ആക്രമണ ശ്രമങ്ങളെ എങ്ങനെയാണ് ഇന്ത്യ പ്രതിരോധിച്ചത്, ഇന്ത്യ അത് ഏത് സംവിധാനത്തിലൂടെയാണ് നേരിട്ടത് എന്നതും കൃത്യമായ ദൃശ്യങ്ങളടക്കമാണ് പങ്കുവച്ചത്. അതിൽ വെളിപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ് വെളിപ്പെടുത്തിയത്. എന്നാൽ മറ്റുള്ളവയ്ക്ക് രഹസ്യാത്മക സ്വഭാവമുണ്ട് എന്നുകൂടി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ DGMOമാർ അടിവരയിടുന്നുണ്ട്. അതിൽ വ്യോമസേനയുടെ ഭാഗമായി ഉപയോഗിച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, കരസേനയുടെ ഭാഗമായി ഉപയോഗിച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, നാവികസേനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ, അത് 3 സേനയുടെയും DGMOമാരാണ് അക്കാര്യങ്ങൾ വിശദീകരിച്ചത്. ഇതിൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, അതായത് ഓപ്പറേഷൻ സിന്ദൂർ ലക്ഷ്യമിട്ടത് സാധാരണക്കാരെയോ അവിടുത്തെ പാക് സൈനിക കേന്ദ്രങ്ങളെയോ അല്ല, മറിച്ച് അവിടുത്തെ തീവ്രവാദ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് 9 ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള ദൗത്യം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നടത്തിയത്. പക്ഷേ അതിനുശേഷം ആ ദൗത്യത്തിന് ശേഷം പാക് സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും ആക്രമണങ്ങൾ ഉണ്ടായി. അപ്പോൾ ഇതിന് കൃത്യമായ മറുപടി നൽകാൻ ഇന്ത്യ തീരുമാനിച്ചു. അത് കൃത്യമായി ശക്തമായ പ്രഹരമാണ് പാകിസ്ഥാൻ നൽകിയത്. അതും എവിടെയൊക്കെയാണ് പാകിസ്ഥാൻ്റെ വ്യോമ താവളങ്ങൾ ലക്ഷ്യമിട്ടത്, തകർത്തത് എന്നതിൻ്റെ വിശദാംശങ്ങളും തെളിവോടുകൂടി ദൃശ്യങ്ങളോടുകൂടിയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പങ്കുവച്ചത്. ഇതിനു മുൻപും ഇന്നലെ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ എന്തായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ, അതിനുശേഷം പാക് സൈന്യത്തിൻ്റെ പ്രകോപനത്തിൽ ഇന്ത്യ നടത്തിയ തുടർ ദൗത്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദൃശ്യങ്ങളും അതിൻ്റെ വിവരണങ്ങളുമാണെങ്കിൽ ഇന്ന് എന്തൊക്കെയാണ് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള, ഏതൊക്കെ ആയുധങ്ങളാണ് പ്രയോഗിച്ചത്, ഇന്ത്യ പ്രതിരോധിച്ച മാർഗങ്ങൾ എന്തൊക്കെ എന്നതിൻ്റെ വിശദാംശങ്ങളാണ് പങ്കുവച്ചത്. തുടർന്നും ഏത് വെല്ലുവിളിയും നേരിടാൻ ഇന്ത്യയുടെ സേന സജ്ജമാണ് എന്ന സന്ദേശം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലൂടെ നൽകി. അതിന് തുർക്കിയുടെ ഡ്രോണുകളാണെങ്കിലും മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ ഡ്രോണുകളാണെങ്കിലും അതിനെയെല്ലാം തകർക്കുവാനുള്ള ശേഷി ഇന്ത്യക്കുണ്ട്. അത് പാകിസ്ഥാന് തെളിയിച്ചു കൊടുത്തു എന്നതും, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ പാക് പ്രകോപനത്തിലെ ഇന്ത്യയുടെ തിരിച്ചടി, അതിന് കൃത്യമായ മറുപടി നൽകി. അതിലൂടെ പാകിസ്ഥാന് മനസ്സിലായി ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശേഷി എത്രത്തോളമാണ് എന്നത് പാകിസ്ഥാന് മനസ്സിലായി എന്നുകൂടി സേനയുടെ DGMOമാർ പറയുന്നുണ്ട്. എന്തായാലും നിലവിൽ എല്ലാ തരത്തിലുള്ള ഓപ്പറേഷനിലും അതിപ്പോഴും തുടരുകയാണ്. ഏത് ഭാവിയിലെ വെല്ലുവിളിയും നേരിടാൻ തയ്യാറെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്. ആ സമയത്തിന് പാകിസ്ഥാൻ ചില വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നു. അത് അവരുടെ കേടുപാടുകൾ, അവർക്കുണ്ടായ നാശനഷ്ടങ്ങൾ മറയ്ക്കാനാണ് അത്തരം പ്രചാരണങ്ങൾ എന്നുകൂടിയാണ് വിശദീകരിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് വാർത്താ സമ്മേളനത്തിന്റെ വിശദാംശങ്ങൾ നൽകിയത്.